തെരുവുകളിൽ ആളിപ്പടരുന്ന വിദ്യാർത്ഥി സമരങ്ങൾ കേവലം ഒരു വിദ്യാഭ്യാസ പ്രക്ഷോഭത്തിനപ്പുറം ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ജീർണതയും കൃത്യമായി അടയാളപ്പെടുത്തുന്ന സമരമായി മാറിയിരിക്കുകയാണ്. ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ തെരുവിൽ ഹോമിക്കപ്പെടുമ്പോൾ പ്രായോഗിക പരിഹാരങ്ങൾ തിരയുന്നതിനു പകരം അധികാര കസേരകൾ സുരക്ഷിതമാക്കുവാൻ ഭരണകൂടവും അവസാന നിമിഷത്തിൽ വാർത്തകളിൽ ഇടം പിടിച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യുവാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷവും ഈ ജനാധിപത്യത്തെ പരിഹാസ്യമാക്കുകയാണോ? ഒരു വശത്ത് ജന്തർ മന്ദിറിൽ വിദ്യാർത്ഥികൾ നീതിക്കായി പോരാടുമ്പോൾ മറുവശത്ത് വിദ്വേഷവും അരാജകത്വവും തിരികെ കയറ്റുവാൻ കാത്തിരിക്കുന്ന കറുത്ത ശക്തികൾ. വ്യൂ പോയിന്റ് ചർച്ച ചെയ്യുന്നു വിദ്യാർത്ഥി സമരത്തിന്റെ തണലിൽ ചേരിതിരിഞ്ഞു കളിക്കുന്ന രാഷ്ട്രീയ തന്ത്രങ്ങളും അരാജകത്വ ശക്തികളുടെ കടന്നുകയറ്റവും. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ പരാമർശത്തിൽ സോഷ്യൽ മീഡിയയിലുണ്ടായ രൂക്ഷമായ പ്രതികരണത്തിൽ പിറവിയെടുത്ത രാഷ്ട്രീയ പാർട്ടിയാണ് CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി. ചില തൊഴിൽ രഹിതരായ യുവാക്കൾ സമൂഹമാധ്യമ വിവരാവകാശ പ്രവർത്തകരായി പാറ്റകളെ പോലെ എല്ലാവരെയും ആക്രമിക്കുവാൻ തുടങ്ങുന്നു എന്ന പരാമർശമാണ് വിവാദത്തിന് കാരണമായത്. വ്യാജ ബിരുദങ്ങൾ ഉപയോഗിച്ച് നിയമരംഗത്തും മറ്റ് രംഗങ്ങളിലും എത്തുന്നവരെയാണ് ചീഫ് ജസ്റ്റിസ് ഉദ്ദേശിച്ചതെങ്കിലും സമൂഹ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ ഇത് ഏറ്റെടുക്കുകയായിരുന്നു. 27 ലക്ഷം പേർ എഴുതിയ നീറ്റ് പരീക്ഷാ പേപ്പർ ചോർന്നതും മാനസിക സമ്മർദ്ദവും മൂലം 20ഓളം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തതും ഒരു സംഘടിത ഗ്രൂപ്പായി മാറുവാൻ CJPക്ക് കരുത്തു പകർന്നു. സമാധാനപരമായി ജന്തർ മന്ദിറിൽ വിദ്യാർത്ഥികൾ തുടങ്ങിയ സമരത്തിൽ സോനം വാങ്ചുക് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിരാഹാരം അനുഷ്ഠിക്കുവാൻ എത്തിയതോടെ കൂടുതൽ വാർത്താ പ്രാധാന്യത്തോടെ മാധ്യമങ്ങൾ വാർത്ത ഏറ്റെടുത്തു. CJP ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന പ്രധാന ആവശ്യങ്ങൾ 3 ആണ്. ഒന്നാമത്തേത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി. രണ്ടാമത്തേത് പരീക്ഷാ ക്രമക്കേടുകളെ തുടർന്ന് ജീവൻ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം ഉറപ്പാക്കുക. സമരത്തിന്റെ ഭാഗമായി കസ്റ്റഡിയിലെടുത്ത വിദ്യാർത്ഥികളെ വെറുതെ വിടുക എന്നതാണ് മൂന്നാമത്തെ ആവശ്യം. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി ഉടൻ രാജിവെച്ചില്ലെങ്കിൽ പ്രധാനമന്ത്രി തന്നെ രാജിവെക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പും CJP പ്രസിഡന്റ് നൽകുകയുണ്ടായി. जो लाठी चार्ज हुआ है उस पर मैं बोल चुका हूँ. इट वॉज वेरी ब्रूटल और जिन पुलिस ऑफिसर्स ने ये करा है उनको लेकर हम कोर्ट में जाएंगे. और हमारे प्रोटेस्ट का आज 34th डे है. सोनम सर की हंगर स्ट्राइक जारी है. आज उनकी हंगर स्ट्राइक का 26th डे है. तो जब तक हमारी डिमांड्स पूरी नहीं होती तब तक हमारा प्रोटेस्ट जारी रहेगा. बट वी आर रिक्वेस्टिंग सोनम सर टू एंड हिज हंगर स्ट्राइक बिकॉज वी कैन नॉट अफोर्ड टू लूज हिज लाइफ. ये बात 2 दिनों से लगातार जंतर मंतर के बाहर सड़कों पे हंगामा हो रहा है, बर्दाश्त हो रहे हैं. आप भी लगातार अपील कर रहे हैं ऐसी चीजें ना करें. कौन से लोग हैं? ये बाहर से लोग भेजे जा रहे जानबूझकर प्रोटेस्ट को खराब करने के लिए. हम यहाँ पर 1 महीने से बैठे हुए थे. 1 महीने में ऐसी कोई वारदात नहीं हुई. लेकिन अब क्या हो रहा है, जैसे ये प्रोटेस्ट बड़ा हो गया है तो ये बाहर से गुंडे भेजे जा रहे हैं BJP द्वारा जानबूझकर लोगों को उकसाने के लिए. और यही लोग हैं जो पथराव कर रहे हैं BJP के. पुलिस यहाँ पर पत्थरों के ट्रक लाकर रखती है. BJP के गुंडे आते हैं, वो पत्थरबाजी करते हैं और फिर कॉकरोच जनता पार्टी के लोगों को बदनाम करते हैं. What about the discussion? The central cabinet ministers are saying door is open. Our door is Jantar Mantar's door is also open. अभिजित दिपकेजी, तुमची आता भूमिका काय नक्की नेमकी? तुम्ही आंदोलनावरती ठाम आहात, परंतु चर्चेसाठी तुम्हाला बोलवण्यात आलेलं आहे. चर्चेसाठी तुम्ही जाणार की सरकार इकडे? आम्ही मागच्या वेळेस सरकारकडे गेलो होतो चर्चेसाठी. पण सरकारने 5 तास बसून ठेवलं. 5 तासात ते फक्त 10 मिनिटं बोलले. तर त्यांनी एका प्रकारे आमचा पूर्ण टाइम वेस्ट केलेला आहे. आता जर सरकारला चर्चा करायची असेल तर ही सरकारच्या घरी होणार नाही. आता ती जंतर मंतर. परंतु दिपकेजी, या आंदोलनामध्ये अनेक वेगळ्या शक्ती देखील घुसलेल्या आहेत. तुमचं आंदोलन बिघडवण्याचं काम करतात आहेत आणि या सगळ्या आंदोलन बिघडवत असताना पोलिसांचा देखील सौम्य लाठीचार्ज जो आहे तो आंदोलकांवरती होताना पाहायला मिळतोय. काय सांगाल या संदर्भात? जे लोक इथं उत्मात करतात पोलीस त्यांना काही करत नाही. 12 वर्षांच्या मुलींवर लाठीमार करतायत. ते 15 वर्षांच्या मुलींचे कपडे फाडून त्यांना मारतायत. पण जे सिव्हिल ड्रेसमध्ये काही लोक दगडफेक करत होते आणि असं पाहण्यात आले की काही पोलीसवाल्यांनी सुद्धा गाड्या फोडलेल्या आहेत. तर सिव्हिल ड्रेसमधल्या पोलिसांनी गाड्या फोडल्या, त्याचे व्हिडिओ आलेले आहेत. तर पोलीस कुठं ना कुठं कॉम्प्रोमाइज आहे. पोलीस कुठं ना कुठं जे बाहेरून गुंडे येत आहेत त्यांच्यासोबत मिळून
हे प्रोटेस्टला डिस्टर्ब करायचा प्रयत्न करतात. विक्कीजी, महाराष्ट्रात देखील मोठ्या प्रमाणात आंदोलन होताना पाहायला मिळतंय. मुंबईमध्ये राज ठाकरे, आदित्य ठाकरे किंवा अमित ठाकरे हे सगळेजण आता आंदोलनात सक्रियपणे सहभागी होतात आहेत. आंदोलक मुलांच्या पाठी उभे राहतात आहेत. आज प्रकाश आंबेडकरांनी महाराष्ट्र बंदची हाक दिली आहे, तर परवा पुन्हा एकदा दोन्ही ठाकरे बंधू एकत्रितरित्या आंदोलन करतायत. कशा पद्धतीने या सगळ्या आंदोलनाला बघताय आणि तुमचा जाहीर पाठिंबा काय तुमचा मेसेज आहे? मी माझा मेसेज हा जो मी आधीच म्हणत होतो की आता वेळ आलेली आहे. आपल्या सगळ्यांना आपले जे पॉलिटिकल डिफरन्सेस आहे ते बाजूला ठेवावे लागतील. आपले जे काही आयडिओलॉजिकल डिफरन्सेस आहे ते बाजूला ठेवावे लागतील. कारण की आता जो विषय तो खूप मोठा विषय आहे, देशाच्या भविष्याचा विषय. जर आज आपण एकत्र येऊन आवाज नाही उठवली किंवा आंदोलन नाही केलं तर ह्या देशात वाचवण्यासारखं काही राहणार नाही. मुलांचं भविष्य वाचवण्यासारखं. मुख्यमंत्री देवेंद्र फडणवीस म्हणतात की मुलांच्या खांद्यावरती बंदूक ठेवून हा सगळा आंदोलनाचा प्रकार सुरू आहे आणि फेसलेस आंदोलन आहे अशा पद्धतीची टीका करतात ते. मुख्यमंत्री फडणवीसांना माझी एकच विनंती आहे, तुमच्या घराच्या 500 मीटरवर आकांक्षा चतुर्वेदीने आत्महत्या केली होती. पहिले तिच्या घरी जा साहेब, तिच्या घरी जाऊन भेटा. तिचे आईवडील आजही म्हणतात की आमच्याकडे सरकारचं कोणीच नाही आलेलं आहे. तर तुम्ही तुमचं काम आधी नीट करा, नंतर दुसऱ्यांना ज्ञान द्या. എന്നാൽ ഈ ആവശ്യങ്ങളെല്ലാം രാഷ്ട്രീയ ആവശ്യങ്ങളോ അല്ലെങ്കിൽ ധാർമ്മിക മനുഷ്യത്വപരമായ ആവശ്യങ്ങളോ മാത്രമാണ്. ദീർഘവീക്ഷണത്തോടെയുള്ള സുസ്ഥിരമായ പരീക്ഷാ നടത്തിപ്പിന് വേണ്ടിയുള്ള ഒരു പ്രൊപ്പോസലും CJP മുന്നോട്ട് വെച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദേശീയ പരീക്ഷാ ഏജൻസിയുടെ ഘടനാപരമായ മാറ്റങ്ങൾ, പരീക്ഷാ നടത്തിപ്പിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള സാങ്കേതിക വിദ്യയുടെ ഉപയോഗം, കർശനമായ പുതിയ കേന്ദ്ര നിയമങ്ങളുടെ പ്രയോഗവൽക്കരണം തുടങ്ങിയ പ്രായോഗികവും ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ളതുമായ ആവശ്യങ്ങളിലും CJP ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ കേന്ദ്രം വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ കേൾക്കുവാൻ തയ്യാറായില്ലെങ്കിലും ഇപ്പോൾ പ്രതിഷേധം ആഗോളതലത്തിൽ BJP ഗവൺമെന്റിനെ പ്രതിസന്ധിയിലാക്കിയപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന നിർദ്ദേശം അവർ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി വിനീത് ജോഷിയെ നീക്കുകയും പകരം IAS ഉദ്യോഗസ്ഥനും മൃഗസംരക്ഷണ വകുപ്പ് സെക്രട്ടറിയുമായ നരേഷ് പാൽ ഗംഗാവറിനെ നിയമിക്കുകയും ചെയ്തു. എന്നാൽ മന്ത്രിയുടെ രാജിയിൽ കുറഞ്ഞ ഒരു ഒത്തുതീർപ്പിനും അഭിജിത് ദീപ്കയുടെ നേതൃത്വത്തിലുള്ള സമരക്കാർ തയ്യാറല്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സമരത്തിന്റെ ഭാഗമായി 100ഓളം വിദ്യാർത്ഥികൾക്കും 200ഓളം പോലീസുകാർക്കും പരിക്കു പറ്റിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യവും മറച്ചുവെക്കുവാൻ സാധിക്കുന്നതല്ല. വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന ലാത്തിചാർജും കണ്ണീർവാതക പ്രയോഗവും പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടായ അതിക്രമങ്ങളും മനുഷ്യത്വരഹിതമായ സമീപനങ്ങളും അതിൽ തന്നെ ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവവും സമൂഹത്തിന് മുന്നിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതും കുറ്റക്കാർ ആര് തന്നെയായാലും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അതോടൊപ്പം സമരത്തിനിടയിൽ മറ്റു ചിലർ പൊതുമുതൽ അടിച്ചു തകർത്തതും പോലീസുകാർക്ക് നേരെ പെപ്പർ സ്പ്രേ പ്രയോഗിച്ചതും നാം കാണേണ്ടത് തന്നെയാണ്. അതേസമയം ജാതിമത ചിന്തകൾ സമരത്തിലേക്ക് കടത്തിവിടുന്നതും നാം കണ്ടു. പരീക്ഷാ അഴിമതി ജാതിയോ മതമോ നോക്കിയല്ല വിദ്യാർത്ഥികളെ ബാധിക്കുന്നത്, മറിച്ച്
സാധാരണക്കാരായ എല്ലാ വിഭാഗം വിദ്യാർത്ഥികളെയുമാണ്. മതവിദ്വേഷ പ്രചരണങ്ങൾ കടത്തിവിട്ട് സമരത്തിന്റെ യഥാർത്ഥ കാതൽ നശിപ്പിക്കുന്നതും ഇത്തരം പ്രവണതകളെ ഉയർത്തിക്കാട്ടി വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങളെ അടിച്ചമർത്തുവാൻ സർക്കാരിന് വഴിമരുന്നിട്ട് കൊടുക്കുന്നതും ഒരേപോലെ തെറ്റാണ്. ഇത്തരം കറുത്ത ശക്തികളെയും പൊതുജനം തിരിച്ചറിഞ്ഞേ മതിയാകൂ. അടുത്ത ചോദ്യം പ്രതിപക്ഷത്തോടാണ്. വിദ്യാർത്ഥികൾ ദിനരാത്രങ്ങൾ ജന്തർ മന്ദറിലെ തെരുവിൽ കിടന്ന് സമരം ചെയ്യുമ്പോൾ അവിടെ എത്തി നേരിട്ട് പിന്തുണ പ്രഖ്യാപിക്കുവാൻ തയ്യാറാകാത്ത രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവും അതീവ സുരക്ഷാ മേഖലയായ രാജ്യ തലസ്ഥാനത്തെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് മാത്രമായി മാർച്ച് നടത്തിയത് എന്തുകൊണ്ട്? ഇത് വിദ്യാർത്ഥികളോടുള്ള ആത്മാർത്ഥത കൊണ്ടല്ല, മറിച്ച് മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുവാനും തങ്ങൾ അറസ്റ്റ് വരിച്ചു എന്ന രാഷ്ട്രീയ നാടകം സൃഷ്ടിക്കുവാനും മാത്രമാണോ എന്നും പൊതുജനം സംശയിക്കുന്നു. അവസാന നിമിഷം മാത്രം രംഗത്തിറങ്ങി വിദ്യാർത്ഥി സമരത്തിന്റെ തണലിൽ നേട്ടമുണ്ടാക്കുവാനുള്ള കോൺഗ്രസിന്റെ ശ്രമം കേവലം രാഷ്ട്രീയ മുതലെടുപ്പാണോ എന്നും പല കോണുകളിൽ നിന്നും ചോദ്യമുയരുന്നുണ്ട്. അതേസമയം പ്രതിപക്ഷം എന്ന നിലയിൽ ഈ സമരത്തെ അവർ പിന്തുണച്ചു. ദേശീയ തലസ്ഥാനം അടുത്തെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിൽ പ്രതിഷേധം ശക്തിപ്പെടുത്തുവാൻ രാഹുലിന്റെ നേതൃത്വത്തിന് കഴിഞ്ഞു. പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുന്നിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ഉൾപ്പെടെ തെരുവിലൂടെ വലിച്ചഴിക്കുന്ന കാഴ്ചയാണ് രാജ്യം കണ്ടത്. പോലീസിന്റെ ബലപ്രയോഗത്തിൽ രാഹുലിന്റെ മുഖത്തും പരിക്കേറ്റു. പോലീസ് ബസിന്റെ വാതിലിൽ പ്രിയങ്ക തൂങ്ങി നിൽക്കുമ്പോൾ വാഹനം മുന്നോട്ടെടുത്തതും വലിയ പരിഭ്രാന്തി പരത്തിയിരുന്നു. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെ അവസ്ഥ ഇതിലും ദയനീയമായിരുന്നു. This morning I went and met the Speaker of the Lok Sabha and I said to him that it was important that we be allowed to debate what happened to the students the day before. The Speaker said he needed to take permission from the government, but it was very clear to us in the hours after that there was no interest in the government of having a debate. तो हमने डिसीजन लिया कि हम प्राइम मिनिस्टर के घर के सामने जाके धरना करें और जो स्टूडेंट्स की इशू है, जो देश के लिए सबसे जरूरी इशू है और जो उनके खिलाफ किया गया है, वो हम नेशनल अटेंशन में लाएं और प्राइम मिनिस्टर का घर के सामने जाके करें. Why is the Indian education system collapsing? Why are papers leaking? Why is education so expensive in India? Why do families have to destroy themselves financially to educate their children? These are legitimate questions. And there's absolutely nothing wrong with asking these questions. Students की मांगे हैं, पहला धर्मेंद्र प्रधान और अमित शाह का रेजिग्नेशन, दूसरा कि स्टूडेंट्स को जिन्होंने मारा है, जिन्होंने ह्यूमिलिएट किया है, उन पर एक्शन लिया जाए और जो भी स्टूडेंट्स पर केसेस हैं उनको हटाया जाए. फाइनली पूरी ऑपोजिशन चाहती है कि ये जो इशू है, देश का सबसे बड़ा इशू है, इस पे कल लोकसभा में, राज्यसभा में डिबेट हो और हम अपनी बात रख सकें. मेरा मोदी जी से एक सजेशन है, एज एलओपी, कल जो हुआ, जो आपकी सरकार ने, आपके होम मिनिस्टर ने किया, उसके लिए आप देश के स्टूडेंट से माफी मांगिए और जल्दी से जल्दी एग्जामिनेशन सिस्टम और एजुकेशन सिस्टम्स
पर रिफॉर्म शुरू कीजिए। आप सब ने हमारा समर्थन किया। सारे लोग जो स्टूडेंट्स की इशू के लिए लड़ रहे हैं, एक साथ लड़ रहे हैं, मैं आप सबका दिल से धन्यवाद करता हूं। ഇന്നലെ വീണ്ടും പ്രതിപക്ഷം ഗാന്ധി സ്മൃതിയിലേക്ക് 3 ബസ്സുകളിലായി എത്തി മിന്നൽ സമരം നടത്തുകയുണ്ടായി. പാർലമെന്റിന്റെ അകത്തും പ്രശ്നം സജീവമായി നിലനിർത്താൻ പ്രതിപക്ഷത്തിന് സാധിക്കുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ ഈ വിഷയത്തിലെ ശക്തമായ നിലപാടും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ചോദ്യപേപ്പർ ചോർന്നത് എന്തുകൊണ്ടാണ്? ഇതിന് വിദ്യാഭ്യാസ മന്ത്രി മറുപടി പറയണം. കുട്ടികൾക്ക് നേരെ ലാത്തിചാർജ് നടത്തിയത് എന്തുകൊണ്ടാണ്? ഇതിന് ആഭ്യന്തരമന്ത്രി മറുപടി പറയണം. ഈ 2 വിഷയങ്ങളിലും ഇതുവരെ ആരുടെയും ഉത്തരവാദിത്തം നിശ്ചയിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇതിന് പ്രധാനമന്ത്രി മറുപടി പറയണം. ഈ 3 പ്രസക്തമായ ചോദ്യങ്ങളായിരുന്നു പ്രിയങ്ക ഗാന്ധി മാധ്യമങ്ങളോട് ചോദിച്ചത്. उन सवालों का जवाब दूंगी जो रेलेवेंट सवाल हैं, ठीक है? आप इस सरकार के जाल में फंसे हुए हैं. आप हमेशा वही पूछते हैं जो ये सरकार पूछवाना चाहती है, ठीक है? हर बार उनसे पूछिए. उनके मंत्री निकल रहे हैं ना, प्रधानमंत्री जी आए ही नहीं है सदन में. इतनी बड़ी मतलब इतना बड़ा आंदोलन चल रहा है, पूरा देश का यूथ बाहर है, प्रधानमंत्री जी सदन में नहीं आए हैं और आप मेरे से पूछ रहे हो कि सदन क्यों नहीं चल रहे हैं? मुझसे पूछो कि क्या हो रहा है, स्टूडेंट्स के लिए क्या किया जा रहा है, स्टूडेंट्स के डिमांडों का क्या हो रहा है, ये पूछो ना. ये सारे सवाल पूछो. और ये जो मंत्री आ रहे हैं जा रहे हैं, इनसे पूछो इस्तीफा कब देंगे. आपने पूछा है? मैं जानना चाहती हूँ. आपने पूछा धर्मेंद्र जी से कि वो इस्तीफा कब देंगे? नहीं, आप बता दो. पूछा है कि नहीं? नहीं पूछा ना. आपने पूछा है? आपने पूछा धर्मेंद्र प्रधान जी से पूछा कि आप इस्तीफा कब दे रहे हैं? पूछा है आपने? जवाब दीजिए, यस और नो. नहीं, गोलमोल जवाब नहीं. गोल जवाब नहीं. आपने ठीक है, आपने हाँ जवाब नहीं दे रहे ना. आपने अमित शाह जी से पूछा कि उन्होंने लाठियां क्यों चलवाई? आपने अमित शाह जी से पूछा कि इतने छोटे छोटे बच्चे अस्पताल में क्यों हैं? कि जब बाहर प्रदर्शन कर रहे हैं उनके माता पिता उनको फोन भी नहीं कर सकते क्योंकि आपने इंटरनेट काटा है, NSA लगा है. किस लिए? ये आतंकवादी हैं. पूछा है आपने? तो जब आप पूछेंगे ना इनसे, तब मैं आपके सवालों का जवाब दूंगी. ജനാധിപത്യത്തിന്റെ അടിത്തറ എന്നത് ജനങ്ങളുടെ വിശ്വസ്തതയും ഭരണാധികാരികളുടെ ധാർമ്മിക ഉത്തരവാദിത്വവുമാണ്. ഭരണാധികാരം എന്നത് വെറുമൊരു അധികാര പ്രയോഗമല്ല, മറിച്ച് ജനങ്ങളോടുള്ള കടമയും ഉത്തരവാദിത്വമാണ്. അതല്ലാതെ സാധാരണക്കാരായ വിദ്യാർത്ഥികളെ തല്ലിച്ചതയ്ക്കുന്നത് ജനാധിപത്യത്തിന് ചേരുന്നതല്ല. അത് തീർച്ചയായും എതിർക്കപ്പെടണം. ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണ സംവിധാനങ്ങളോ വകുപ്പുകളിലോ ഉണ്ടാകുന്ന വീഴ്ചകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കുന്ന പാരമ്പര്യം ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു ഏടാണ്. 10 വർഷത്തിനിടയിൽ 89ഓളം കേസുകളാണ് പരീക്ഷാ പിഴവിനെ തുടർന്ന് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തത് 20ഓളം വിദ്യാർത്ഥികൾ. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടത് അനിവാര്യമാണ്. ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ച മന്ത്രിമാർ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. 1956 ട്രെയിൻ അപകടങ്ങളുടെ പേരിൽ നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് ലാൽ ബഹദൂർ ശാസ്ത്രി റെയിൽവേ മന്ത്രിസ്ഥാനം രാജിവെക്കുകയുണ്ടായി. വ്യക്തിപരമായ വീഴ്ചയല്ലെങ്കിൽ പോലും സ്വന്തം വകുപ്പിൽ സംഭവിച്ച ദുരന്തത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ അദ്ദേഹം തയ്യാറായി. പിന്നീട് 1958 TT കൃഷ്ണമാചാരി, 1962 VK കൃഷ്ണമേനോൻ, 1987 VP സിംഗ്, 1999 നിതീഷ് കുമാർ തുടങ്ങിയ പ്രമുഖ നേതാക്കളും വിവിധ സാഹചര്യങ്ങളിൽ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഭരണസ്ഥാനങ്ങൾ രാജിവെച്ച് ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. എന്നാൽ വർത്തമാനകാല ഇന്ത്യയിൽ ഈ ധാർമ്മിക മൂല്യങ്ങൾക്ക് വലിയ അളവിൽ മങ്ങലേൽക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. നീറ്റ്, UGC, CBSE, നെറ്റ് തുടങ്ങിയ ദേശീയ തലത്തിലുള്ള പ്രവേശന പരീക്ഷകളിലെ ചോദ്യപേപ്പർ ചോർച്ചയും വ്യാപകമായ ക്രമക്കേടുകളും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെയാണ് ആശങ്കയിലാക്കിയിരിക്കുന്നത്. ഭരണ സംവിധാനത്തിലുണ്ടായ ഗുരുതരമായ ഇത്തരം വീഴ്ചകളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികളും പ്രതിപക്ഷ സംഘടനകളും രാജ്യവ്യാപകമായി ശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടും അധികാര കസേര വിട്ടുകൊടുക്കില്ല എന്നത് ജനാധിപത്യത്തോടുള്ള പൊഞ്ഞനം കുത്തലാണ്. ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കും കൃത്യമായ സ്ഥാനമുണ്ട്. എന്നാൽ വീഴ്ചകളെ ന്യായീകരിക്കുവാനും ഉത്തരവാദികളായവരെ സംരക്ഷിക്കുവാനും ഭരണകൂടം ശ്രമിക്കുന്നത് ജനാധിപത്യപരമായ ശരിയല്ല. ജനാധിപത്യം എന്നാൽ കേവലം അധികാരത്തിൽ തുടരുക എന്നത് മാത്രമല്ല. വീഴ്ചകൾ സംഭവിക്കുമ്പോൾ അത് തുറന്ന് സമ്മതിക്കുവാനും ജനങ്ങളോട് ഉത്തരം പറയുവാനുമുള്ള ആർജവവും ഭരണാധികാരികൾ കാണിക്കണം. അപകടനിലയിലായ
പരീക്ഷാ സംവിധാനങ്ങളും ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥതയും തിരുത്തി നിയമവാഴ്ചയുടെയും ധാർമ്മികതയുടെയും പാതയിലേക്ക് രാജ്യം തിരികെ നടക്കേണ്ടത് ഭരണഘടനയുടെ സുഗമമായ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്.